ഹലോ കൂട്ടുകാരെ, മലയാളി മാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മള് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണല്ലോ, അതായത് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇസക്കുട്ടിയുടെ റോസിന്റെ റൂം നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യണം. റൂമൊക്കെ ക്ലീൻ ആക്കി നമ്മുടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് റൂമിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ കുറേ അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റണം. കാരണം എന്ന് വെച്ചാൽ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടോയ്സും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ റൂമിന്റെ അറേഞ്ച്മെന്റ് മാറ്റാൻ പോകണം. അപ്പൊ നമ്മള് റെഡി അല്ലേ? എന്നെ നോക്കിട്ട് റെഡി പറ. റെഡി. അവരെല്ലാരും ഒരു അടി എന്നവിടെ. 1 2 ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ആ നീ റെഡി കൊടുത്തോ. ഓക്കെ, അപ്പൊ നമ്മുടെ റൂമിൽ ഏതാണ്ട് ദേ ആകെ എങ്ങനെ ഇരിക്കണേ, മെസ് അലങ്കോലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൂം ആയിന്ന് നമുക്ക് ഫുള്ളൊന്ന് സാധനങ്ങളൊക്കെ ഞാൻ ഫുൾ പുറത്തോട്ട് മാറ്റാണ്. കട്ടില് മാറ്റണില്ല, ബാക്കി എല്ലാം കൊണ്ട് മാറ്റാൻ പോവാണ്. മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ വേഗം തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് ചെയ്യണം. നോക്കിക്കോ. അപ്പോൾ ക്ലാസ് തുടങ്ങാൻ പോണതിന് മുൻപ് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു റൂമൊന്ന് എന്തായാലും ഫുള്ളി സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുത്ത് ഒന്ന് ഒതുക്കണം എന്ന്. എല്ലാ മാസത്തിലും ഒരു ദിവസം ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് ഒന്ന് ഒതുക്കിയെടുത്താലാണ് ഇവരുടെ റൂമൊന്ന് എപ്പോഴും ഒന്ന് സെറ്റായി കിടക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആവണമെന്നൊന്നുമില്ല. മിക്ക ദിവസവും ഈ റൂം ഞാൻ ഇപ്പോൾ ഇത്രയും ഒതുക്കിയിട്ടാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർ വെക്കേണ്ട സാധനമൊന്നും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവില്ല. പലങ്കോലാവുമ്പോൾ നമ്മളിങ്ങനെ ഒതുക്കും എല്ലാ മാസം. ഓർഗനൈസറിലാണ് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിലായാൽ പോലും അതൊക്കെ വെറുതെ എടുത്ത് ആവശ്യമില്ലാതെ അതൊക്കെ ഇടും. അപ്പോൾ ഞാൻ പറയും എന്തിനാ വീട്ടിൽ ആര് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കണേന്ന് ചോദിക്കും. ഈ കമ്മലും മാലയും വളയൊക്കെ മാറ്റി ഓരോ ദിവസം. പിന്നെ ഞാൻ വിചാരിക്കും അവർക്ക് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടേ. വീട്ടിലിരുന്നിരുന്ന് കുട്ടികൾക്കാരും മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചേഞ്ചിൽ ചെയ്യട്ടെ വെച്ചിട്ട് ഇപ്പോൾ ഞാനൊന്നും പറയാറില്ല. അടുത്തൊരു സ്ഥിരമായി എപ്പോഴും അവർ ഐറ്റംസൊക്കെ കൊണ്ടുവയ്ക്കുന്നൊരു സംഭവമാണ് ഈ ഡോറിൻ്റെ പിന്നിൽ ഈ ഹൂക്സ്. കിട്ടുന്നതെല്ലാം കൊണ്ട് അതുമ്മ കൊണ്ട് തൂക്കിയിടും. എന്തിനാണെന്ന് എനിക്കറിയില്ല. അവസാനം അതുമ്മ കുറേ സാധനങ്ങൾ കൊണ്ട് തൂക്കിയിട്ട് അവരുടെ കളിക്കുന്നതായാലും ചിലപ്പോൾ ഡ്രസ്സോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ അതൊക്കെ അങ്ങനെ കൊണ്ട് വയ്ക്കും. അക്കത്തിനും സ്ഥലമുണ്ട്, എന്നാൽ പോലും അവർക്ക് മടി വരുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് മുഴുവൻ എടുത്ത് നമ്മളിപ്പോൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോറിൻ്റെ പിന്നിലെ ഹുക്സുമുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ രണ്ടുപേരെയും ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഫസ്റ്റിൽ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റിൽ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ റെഡി മണിയായിട്ടൊക്കെ വരും. പക്ഷെ പകുതി എത്തിപ്പിക്കും ക്ഷീണമാവും. അപ്പോൾ പിന്നെ മടിയാവും. അപ്പോൾ പിന്നെ പതുക്കെ ഒരാളെ കാണാതാവും. അപ്പോൾ അടുത്ത ആളെ ഞാൻ വിളിക്കാനായിട്ട് വിടും. അവളെങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ വിളിക്കാനും വിട്ട ആളെയും കാണാണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കാവും ഈ റൂം ഒതുക്കാൻ. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ അവസാനം പിന്നെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. കാരണം അവർ തന്നെ എടുത്ത് വലിച്ച് വാരി ഇട്ടതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ പണി ഇത്രയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇത് ഒതുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് റൂമൊക്കെ ഒതുക്കി വെക്കണം കേട്ടോ. ഞാനത് കുട്ടികളോടും ആണ് പറയുന്നത്. വീഡിയോ കാണുന്ന കുട്ടികൾ ഇനി അമ്മമാരുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ്
ചെയ്ത് അവരെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക തീർച്ചയായിട്ടും. കാരണം കാര്യം അവരെത്ര വിളിച്ചിട്ടു എന്ന് പറഞ്ഞാലും ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവരെ പഴയ സ്ഥലത്തേക്കൊക്കെ തിരിച്ചു വയ്ക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോന്നോരോന്ന് ഒതുക്കണം കണ്ടു എന്ന് വിചാരിക്കുന്നു. ബെഡ്ഷീറ്റ്സ് ഓർഗനൈസ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ബുക്സ് കുറേയൊക്കെ പഴയത് ഉണ്ടായിരുന്നു. പഴയത് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൽ വാങ്ങിയ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു ഉപയോഗിക്കാത്തതൊക്കെ. പിന്നെ കുറച്ച് ഈ വർഷത്തിൽ അവർക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയതായിരുന്നു ബുക്സ്. അപ്പോൾ അതും ഉള്ളതുകൊണ്ട് തന്നെ ബുക്സ് ഇനി നോക്കിയിട്ട് വാങ്ങാം. എനിക്കറിയില്ല അത്രത്തോളം ബുക്സ് എങ്ങനെയൊക്കെ വേണം എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ തൽക്കാലം സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നാറുള്ള ഒരു ഏരിയ ആണ് അവരുടെ ക്രാഫ്റ്റ്, അവരുടെ ഡ്രോയിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അത് പേപ്പർ വർക്കുകൾ അത് ഫുൾ ഓർഗനൈസ് ചെയ്യണം. ആവശ്യമില്ലാത്തതൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് പടങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു നോട്ട് ബുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചില പടങ്ങൾ പെയിൻറ്റിങ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് പേപ്പറിലായിരിക്കും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ ഞാൻ ഒരു ഫയൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, സാധാരണ ഫയൽ. അപ്പോൾ അതിലും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ മോഡൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ കവറുകൾ പോലെയുള്ള ഫയലാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. കാരണം ആ പടങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഓരോ പാക്കറ്റിൽ പോലെ അതുപോലെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കാണണമെങ്കിൽ നമുക്കിതൊരു ആൽബം പോലെ തുറന്നിങ്ങനെ കാണാം. പക്ഷേ നമ്മൾ വെറുതെ ഒരു ഫയലിലിടുമ്പോൾ അതങ്ങനെ വെക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് നോക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ഇത് ഓൾറെഡി ഫയൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞാനിത് വേറെ കുറച്ച് പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷേ അത് സാധാരണ ഫയൽ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഈ ക്രാഫ്റ്റുകൾ, പേപ്പർ ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആ ഫയലിൽ വെച്ചു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സൊക്കെ ഞാൻ ഈ ഒരു ഫയലിൽ, നോർമൽ ഫയലിൽ വെക്കുകയാണ്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ രണ്ടുപേരും അവരവരുണ്ടാക്കിയ ക്രാഫ്റ്റ് 2 അങ്ങനത്തെ ഫോൾഡർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഫയലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും അതിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടാളത് ഒതുക്കുന്ന നേരം കൊണ്ട് ഷെൽഫിലുള്ള പുറത്തോട്ട് പോകുമ്പോൾ അവർ സാധാരണ കാഷ്വലായിട്ട് ഇടുന്ന ഡ്രസ്സുകളുണ്ടെന്നില്ല, ആ ഷെൽഫ് ഞാൻ ഒതുക്കി വെക്കാണ്ടോ. അത് കാര്യമായിട്ടൊന്നും വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ തീരെ പുറത്തോട്ട് പോകാത്തതുകൊണ്ട് ആ വക ഡ്രസ്സുകളും പാർട്ടി വെയർ ഡ്രസ്സുകളൊന്നും ഒരു അനക്കം പറ്റാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ എനിക്ക് ഒതുക്കേണ്ടി തീരെ വന്നില്ല. അപ്പോൾ കേർട്ടൻസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ പഴയ കേർട്ടൻസൊക്കെ ഇട്ടിരുന്ന കേർട്ടൻസ് മാറ്റിയെടുത്തു. എന്നിട്ട് ഞാൻ ജനാലേക്കൊന്ന് പൊടി തൊട്ടെടുക്കുകയാണ്. ഞാനല്ല, റോസുമാണ് ചെയ്യണേ. ഞാൻ ദേ ഇവിടെ സൈഡിലങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാനൊന്നും കൂടി ചെയ്യൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയൊന്നും ആവില്ല അവർ ചെയ്യുമ്പോൾ. പക്ഷേ കാണുന്ന കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് അവർ ചെയ്യണ കാണുമ്പോൾ എന്ന് പലരും പറയാറുണ്ട്. കാരണം നിങ്ങളും അത് ചെയ്യാൻ തോന്നുമല്ലോ. പക്ഷേ കുറേ കൂടി വൃത്തിയായിട്ട് വരണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പോയി ചെയ്യണം. അപ്പോൾ അവരത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് പോയി ഞാനും അതൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് ചെയ്യും. പക്ഷെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെർഫെക്ഷൻ ആവുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കുറേ കഴിയുമ്പോൾ അവർ തീരെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നീട് എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ പ്രാവശ്യം റൂമിന് ഞാനങ്ങനെ ഭയങ്കര മേക്ക് ഓവറായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ഫേവറേറ്റ് കളേഴ്സായ ബ്ലൂവും അതുപോലെ തന്നെ റോസും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യണേ. മുൻപ് വീട്ടിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ വെച്ച് തന്നെ ഓർഗനൈസ് ചെയ്യണേ. പുതിയതായിട്ട് ഒന്നും തന്നെ വാങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചില സമയത്ത് എനിക്ക് റിവ്യൂവിന് ബെഡ്ഷീറ്റ്സ് ആയാലും കേർട്ടൻസൊക്കെ വരുമ്പോൾ അതുപയോഗിച്ച് ഞാൻ എല്ലാ മാസത്തെയും മേക്ക് ഓവറിൽ പല പല ബെഡ്ഷീറ്റുകളൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൂം അറേഞ്ച് ചെയ്യലാണ് പതിവായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടം ഉള്ള കളേഴ്സിൽ പെട്ട 2 കളേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്ലൂവും റോസും. അപ്പോൾ എപ്പോൾ അറേഞ്ച് ചെയ്താലും ആ കളറിൽ മതി എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ ആ കളറിലാക്കും. പിന്നീട് മാറ്റുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ കളറ് ബെഡ്ഷീറ്റ്സ് ഉള്ളതൊക്കെ വിരിച്ചു കൊടുക്കും. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ആ ഒരു മാസത്തിൽ ആ ഒരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ജോലികളൊക്കെ തുടങ്ങിയത് 11:30-ക്കാണ്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഷൂട്ട് ചെയ്ത് പിടിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 1 മണിയായി. ഒതുക്കൽ ഇത്രയും ചെയ്തു വന്നപ്പോഴേക്കും കേട്ടോ. അപ്പോഴേക്കും ഊണ് കഴിക്കാറായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ട് ഡൈനിങ് ഏരിയയിൽ ഇട്ടിരുന്നത്, അപ്പോൾ അതെല്ലാം തന്നെ എടുത്ത് ഇങ്ങോട്ട് വേഗം മാറ്റിക്കോ, ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും പുറത്തോട്ട് കൊണ്ടിട്ട എല്ലാ ഐറ്റംസും റൂമിലത്തെ എല്ലാം അകത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നു. അടിച്ചു വാരി തുടച്ചെങ്കിലും എനിക്ക് അവിടെ വെച്ച് അത് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു ഇഷ്ടം. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം തന്നെ ഞങ്ങൾ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുള്ളി ഒതുക്കി സാധനങ്ങൾ വെച്ചത്. അപ്പോൾ ഒന്നും തന്നെ ഒതുക്കാതെ കൊണ്ടുവരുന്നതുകൊണ്ട് കുറേ ഐറ്റംസൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷെ അതൊക്കെ ഒതുക്കി സെറ്റായി കഴിഞ്ഞാൽ റൂമിലേക്ക് അതെല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ നേരമായിപ്പിക്കുക ഏതാണ്ട് ടയേർഡുമായി ഇറിറ്റേഷനും വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നു, കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഒരു 3 മണി ആയപ്പോഴാണ് ഞങ്ങൾ ബാക്കി ഒതുക്കാനായിട്ട് റൂമിലോട്ട് വന്നത് കേട്ടോ. അതുവരെ അവിടെ ഇട്ടിട്ട് പോയി, കാരണം ഇതൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് വയ്യാണ്ടായി, അവർക്കും വയ്യാണ്ടായി, എനിക്കും മടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ നിർത്തിപ്പോയി. അത് കഴിഞ്ഞ് വന്നത് ഫുള്ളിരുന്ന് ഓരോ ഐറ്റംസായി നോക്കി സോർട്ട് ചെയ്ത് എല്ലാം ഒതുക്കി വെപ്പിക്കുകയാണ്. അതുപോലെ ഡ്രസ്സുകളൊക്കെ അവരുടെ ഈ പറഞ്ഞ ഷെൽഫുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്ന് ആകെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിലെ തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കി വെച്ചു. ബാക്കി ടേബിളും അലമാരയും അതെല്ലാം തന്നെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ബുക്സും കാര്യങ്ങളും പുതിയതായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളതൊന്നും ഒതുക്കി വെക്കുകയോ അല്ലെങ്കിൽ ബുക്സ് ചട്ടയിടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. സ്റ്റേഷനറി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ പുതിയതായിട്ടൊന്നും തന്നെ ഞാൻ വാങ്ങുന്നുമില്ല, ഉള്ളത് തന്നെ ഉപയോഗിക്കാനാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ ചെയ്യാനില്ല. പിന്നെ സ്റ്റോറി ബുക്സൊക്കെ ഈ ഒരു സ്റ്റാൻഡിലാണ് ഒതുക്കി വെച്ചിരുന്നത്. അത് ഒതുങ്ങിയിട്ടാണ് ഇരുന്നിരുന്നത്, അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് പണി ഉണ്ടായിരുന്നില്ല. ഇനിയുള്ളത് ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ആണ്. ഈ ഒരു ബ്ലൂ ബെഡ്ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്, ഒരു അക്വാ ബ്ലൂ പോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലൂ. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ റൂമിൽ വിരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റൂമിൽ അത് വിരിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഷീറ്റ്. അപ്പോൾ ഒരു ബ്ലൂ റോസ് കോമ്പിനേഷൻ വരുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട കളറും ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ബെഡ്ഷീറ്റും കൂടിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യാം.
അപ്പോൾ കേർട്ടൻസൊക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിടാണ്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ബ്ലൂ കളറും ഇതൊക്കെ മാച്ചിങ് ആയിട്ട് ബ്ലാങ്കറ്റ് അവരുടെ ബ്ലാങ്കറ്റ് ഈ റോസ് കളറായിരുന്നു ലവിൻ്റെ ഡിസൈൻ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് എന്നത്തെയും പോലെ നമ്മുടെ കുഷൻസ് വെക്കലാണ്. അപ്പോൾ ഈ കുഷൻസ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം മക്കളുടെ റൂമിൽ കണ്ടിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒന്നും കൂടിയും അത് തന്നെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചു. കാരണം ഈ സ്റ്റാറും മൂണും അല്ലെങ്കിൽ ക്ലൗഡും ആ ഫേസ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതന്നെ ഞങ്ങൾ അവിടെ വെച്ചു. അപ്പോൾ റൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ ആണല്ലോ ചുമര്. അപ്പോൾ അതിൻ്റെ മാച്ചിങ് തന്നെയാണ് ആ ബെഡ്ഷീറ്റ് വരുന്നത്. കേർട്ടൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കളറിങ്ങും പരിപാടികളൊക്കെ റൂമിലിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൂമിലെ ഫുൾ ഓവറോൾ ഷെൽഫുകളുടെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ബെഡ്ഷീറ്റ്, ബുക്സ്, ഏറ്റവും താഴെയായിട്ട് അവരുടെ നേരത്തെ പറഞ്ഞില്ലേ ജ്വല്ലറി ഐറ്റംസൊക്കെ, പിന്നെ തൊട്ടപ്പുറത്ത് കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും, അതിൻ്റെ തൊട്ട് താഴെ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സാരി ബാഗുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഷെൽഫിൽ ഈ ഒരു ഷെൽഫിൽ വീട്ടിലിടുന്ന ഉടുപ്പുകളെ വെച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ഷെൽഫിൽ മാത്രം അവരുടെ സ്റ്റേഷനറി ഐറ്റംസ്, കളേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ, ഡയറി, പേഴ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഒതുക്കി. അത്രയൊക്കെ തന്നെ രണ്ടുപേരുടെ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടതെന്ന് മറക്കാണ്ട് പറയണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.